ഗോവയിൽ വന്നിട്ട് നമ്മൾ ആദ്യം പോയത് അഗ്വാഡ ഫോർട്ടിലോട്ടാണ്. പോകുന്ന വഴിക്ക് നല്ല വെയിലായതുകൊണ്ട് തൊപ്പിയും കണ്ണടയൊക്കെ വാങ്ങിയിട്ടാണ് എല്ലാവരും വന്നത്. 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഈ കോട്ട പണിഞ്ഞത്. അത് ഡച്ചുകാരിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സിൻക്വേറിയം ബീച്ചിൽ അറബിക്കടലിനെ ഫേസ് ചെയ്താണ് ഇത് നിൽക്കുന്നത്. യൂറോപ്പിൽ നിന്ന് വന്നിരുന്ന കപ്പലുകൾക്ക് ശുദ്ധജലമൊക്കെ വിതരണം ചെയ്തിരുന്നത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. യുദ്ധസമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള രഹസ്യ വഴികളും ഇതിനകത്തുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതൊന്നും നമ്മൾ കണ്ടില്ല. 2015 വരെ ഗോവയിലെ ഏറ്റവും വലിയ ജയിൽ ഇതായിരുന്നു. 2021 ഇത് നവീകരിച്ചു. 22 കോടിയൊക്കെ ചിലവാക്കി നമ്മുടെ പ്രധാനമന്ത്രി. അഗ്വാഡ ഫോർട്ടിൽ നിന്ന് നമ്മൾ പോയത് സിൻക്വേറിയം ഫോർട്ടിലോട്ടാണ്. സിൻക്വേറിയം ബീച്ചിൻ്റെ തൊട്ടടുത്ത് ഇത് അഗ്വാഡ ഫോർട്ടിൻ്റെ ഒരു വിപുലീകരണമായിട്ടാണ് കാണപ്പെടുന്നത്. എന്തായാലും അവിടെ വരെ ചെന്ന സ്ഥിതിക്ക് നമ്മൾ അവിടെ നിന്ന് 2 ഫോട്ടോ എടുത്തു. താഴോട്ട് പോകാൻ പറ്റിയില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു. തന്നെയല്ല 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഫ്രൈഡ് റൈസിനകത്തുനിന്ന് വെള്ള പാറ്റ കുഞ്ഞുങ്ങളെ കിട്ടിയത്. ആ സിറ്റുവേഷനിൽ വീഡിയോ എടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. എന്തായാലും കുഞ്ഞുങ്ങൾക്കും കഴിച്ച ആർക്കും ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ റൂമിലേക്ക് അങ്ങ് പോയത്.